സഹാക്കളെ സുഹൃത്തുക്കളെ, തിരുവനന്തപുരം നഗരസഭയിലെ LDF കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ ഈ സമരം നടക്കുന്നത്. ഈ സമരത്തിന് ആധാരമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ നന്നായി അറിയാവുന്നത് ഈ നഗരത്തിലെ നഗരവാസികൾക്കും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പത്രമാധ്യമങ്ങൾക്കും. ഇന്ന് രാവിലെ വന്നിട്ടുള്ള പത്രങ്ങളെല്ലാം തിരുവനന്തപുരം നഗരത്തിലെ നായ ശല്യത്തെ സംബന്ധിച്ചുള്ള വാർത്തകളാണ് ഏറ്റവും കൂടുതലായി പടച്ചു വിട്ടിട്ടുള്ളത്. അങ്ങനെ വിടുന്നതിന് കാരണം ഈ നഗരം നായ്ക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ നേതൃത്വത്തിൽ അന്നത്തെ പ്രചരണം തിരുവനന്തപുരം നഗരം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ തെരുവ് നായയുടെ വിഷയത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവരുടെ ഭരണ കാലാവധി തന്നെ 6 മാസം പിന്നിട്ടിരിക്കുകയാണ്. ഭരണം 6 മാസം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു കാലാവധി കൂടിയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി വലിയ സമരങ്ങളൊന്നും തന്നെ ഞങ്ങൾ നടത്തുന്നില്ലായിരുന്നു. അങ്ങനെ നടത്താത്തതിൻ്റെ കാരണവും ഒരു ഭരണ സംവിധാനം അധികാരത്തിൽ വന്ന് അവർക്ക് അവരുടെ കസേരയിലൊന്ന് ഇരുന്ന് അവർ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അവരുടെ പ്രവർത്തനം നടത്താനുള്ള അവസരമാണ് നൽകിയത്. 6 മാസം പിന്നിട്ടിരിക്കുകയാണ്. ഈ തെരുവ് നായയുടെ വിഷയം ഇന്ന് വലിയ പ്രശ്നമായി നമ്മുടെ നഗരത്തിൽ മാറിയിരിക്കുകയാണ്. അധികാരത്തിൽ വന്ന ഉടനെ തന്നെ നമ്മുടെ മേയർ പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം നഗരത്തിലെ നായയുടെ വിഷയത്തിന്, തെരുവ് നായ്ക്കളുടെ വിഷയത്തിന് ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കി കഴിഞ്ഞു എന്നാണ്. കേവലം 10-20 നായ്ക്കളെ ഒരു ഷെൽട്ടറിൽ പാർപ്പിച്ചുകൊണ്ട്, ഏതോ ഒരു വീട്ടിലുള്ള കുറച്ച് നായ്ക്കളെ എടുത്തുകൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് പാർപ്പിച്ചുകൊണ്ട് ഈ തെരുവ് നായയുടെ വിഷയം ഇവിടെ പരിഹരിച്ചു എന്നുള്ള വീമ്പിളക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ നായ്ക്കളുടെ വിഷയത്തിന് പരിഹാരമുണ്ടാക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, തെരുവ് നായയുടെ എണ്ണം കൂടുന്നതിന് കാരണമായിട്ടുള്ള മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഇവിടെ നിലച്ചതാണ് തെരുവ് നായയുടെ എണ്ണം കൂടാനുള്ള കാരണമെന്നുള്ള പരമപ്രധാനമായിട്ടുള്ള കാര്യം. അത് തിരിച്ചറിയാൻ ഈ ഭരണസമിതിക്കോ ഈ മേയർക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. മാലിന്യം കൊണ്ട് നമ്മുടെ നഗരം വളരെ കൂടുതലായി മാറുകയാണ്. നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ മാലിന്യം തമ്പടിക്കുകയാണ്. എല്ലാ ദിവസത്തെ പത്രങ്ങളിലും ഇന്നും ഇന്നലെയും ഒക്കെ തന്നെ പത്രങ്ങളിൽ ചേങ്കോട്ട് കോണവും കാട്ടായി കോണം അടക്കമുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ മാലിന്യം കൂട്ടിയിരിക്കുന്ന, ഡംപ് ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ പുത്തനാറുകൾ വെള്ളിയാറായിരുന്നിരുന്നാലും പാർവതി പുത്തനാറായിരുന്നാലും എല്ലാം മാലിന്യം തള്ളുന്ന കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. ഈ നഗരസഭ, നഗരഭരണം ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നോക്കുകുത്തികളായി മാത്രം മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ തെരുവ് നായയുടെ വിഷയങ്ങളിൽ പരിഹാരമുണ്ടാക്കാൻ കഴിയാത്തവർ എത്ര നാളുകളായി ഈ കാര്യങ്ങളിൽ ഇടപെട്ടു എന്നുള്ളതിനെ സംബന്ധിച്ച് ജനങ്ങളോട് ഇവർ മറുപടി പറയേണ്ടതാണ്. ഇങ്ങനെ നടന്ന വെള്ളിയാഴ്ച ഏട്ടമുക്കിൽ നടന്ന ഒരു തെരുവ് നായയുടെ ആക്രമണത്തെ സംബന്ധിച്ച് നമ്മളെല്ലാം തന്നെ വേദനിപ്പിക്കുന്ന സംഭവമായി മാറിയിരിക്കുന്നു. ഒരു വീട്ടുകാരൻ അവരെ സാധനം വാങ്ങിക്കുന്നതിന് വേണ്ടി, പാല് വാങ്ങിക്കുന്നതിന് വേണ്ടി വേട്ടമുക്കിൽ നിന്ന് വന്നപ്പോൾ തെരുവ് നായ അയാളെ ആക്രമിച്ചതും അയാളുടെ കണ്ണ് കടിച്ചു കീറിയതിനെ സംബന്ധിച്ചുള്ള കാഴ്ചകളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. ശംഖുമുഖം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തെരുവ് നായയുടെ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരം നഗരത്തിൽ അതുപോലെ തന്നെ നമ്മുടെ തീരദേശത്തെല്ലാം തന്നെ നഗരത്തിലാകെ തെരുവ് നായ്ക്കളുടെ എണ്ണം വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. ഒരു വശത്ത് മാലിന്യ സംസ്കരണത്തിന്റെ വിഷയങ്ങൾ, മറുവശത്ത് തെരുവ് നായയുടെ വിഷയങ്ങൾ. അതോടൊപ്പം തന്നെ ഈ മഴക്കാല സമയങ്ങളിൽ നമ്മുടെ നഗരത്തിൽ നടത്തേണ്ടതായിട്ടുള്ള മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കാത്തതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള വെള്ളക്കെട്ടുകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ, ഇതെല്ലാം തന്നെ നമ്മുടെ നഗരത്തിൽ വളരെ 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 കാര്യമായി തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു നാട് ഭരിക്കുന്ന, ഒരു നഗരം ഭരിക്കുന്ന നഗര പിതാവ് സംസാരിക്കുന്നത് അത് നഗരസഭയുടെ റോഡല്ല എന്നാണ്. നഗരസഭയുടെ റോഡല്ല ഈ റോഡെന്ന് പറയുന്നത്. അതുപോലെ തന്നെ PWDയുടെയും ഇറിഗേഷന്റെയും ഒക്കെ തന്നെ റോഡാണ്. അതിനെ സംബന്ധിച്ച് മറുപടി പറയാൻ
ഞങ്ങൾക്ക് കഴിയില്ല എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് ഭരണ സംവിധാനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും തിരിച്ചറിവോടുകൂടിയാണോ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്? മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ ഇറിഗേഷൻ റോഡുകളായിരുന്നാലും PWD റോഡായിരുന്നാലും എല്ലാം തന്നെ വൃത്തിയാക്കാനുള്ള ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണെന്നുള്ള കാര്യമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വരുന്നത്. അത് തിരിച്ചറിയാൻ പോലും കഴിയാത്ത തരത്തിൽ അഭിപ്രായം പറയുന്ന രീതിയിലേക്ക് നമ്മുടെ മേയർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ ഫലമായി തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരത്തിൽ നടക്കുന്നില്ല. ഒരു മഴ പെയ്തപ്പോൾ, ഒരു ചെറിയ മഴ പെയ്തപ്പോൾ നമ്മുടെ കിഴക്കേക്കോട്ടയും സമീപ പ്രദേശങ്ങളും തമ്പാനൂരും ഓവർബ്രിഡ്ജും എല്ലാം തന്നെ വെള്ളത്തിനടിയിൽപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ കണ്ടതാണ്. മാലിന്യം കൊണ്ട് കടകളും വീടുകളും എല്ലാം തന്നെ കയറി അവിടെ കഴിയാൻ പറ്റാത്ത രൂപത്തിലേക്ക് ആ നാട്ടുകാർ മാറിയ ഗതികേടിലേക്ക് നമ്മുടെ നഗരം മാറിയിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടാക്കാൻ ഈ നഗരഭരണത്തിന് കഴിയുന്നുണ്ടോ? ഈ BJPക്ക് കഴിയുന്നുണ്ടോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ പറഞ്ഞതെന്ത്? 45 ദിവസം കൊണ്ട് തിരുവനന്തപുരം നഗരത്തിന്റെ വികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുമെന്നാണ്, പ്രധാനമന്ത്രിക്ക് കൈമാറുമെന്നാണ്. ആ കൈമാറിക്കൊണ്ട് തിരുവനന്തപുരം നഗരത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളെന്ന് പറഞ്ഞ നാണംകെട്ട അനുഭവമാണ് ഈ അഭിപ്രായത്തിനുണ്ടായിട്ടുള്ളതെന്നുള്ള കാഴ്ചയിൽ നമ്മൾ കണ്ടതാണ്. ഒരു ചെറിയ മഴ വന്നപ്പോൾ നഗരത്തിലെ റോഡുകളുടെ സ്ഥിതി നമ്മൾ വളരെ തിരിച്ചറിഞ്ഞതാണ്. അപ്പൊ നഗരം ഈ രൂപത്തിൽ മാലിന്യം കൊണ്ട് നിറയുന്നു, വെള്ളക്കെട്ടിൽ നിറയുന്നു. കഴിഞ്ഞ പൊങ്കാല കഴിഞ്ഞപ്പോൾ പൊങ്കാലയുടെ മാലിന്യം നീക്കം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയെ സംബന്ധിച്ച് നഗരവാസികൾ കണ്ടതാണ്. അപ്പൊ നിരവധി വിഷയങ്ങൾ ഇവിടെ നിലനിൽക്കുകയാണ്. ഇവിടെ ഒരു ഭരണമുണ്ടോ, ഭരണ സംവിധാനമുണ്ടോ? ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ആളുകളോട് ചർച്ച ചെയ്യുന്നുണ്ടോ? തെരുവ് നായയുടെ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ എങ്ങനെയാണ് കഴിയുന്നത്? ഷെൽട്ടറുകൾ സ്ഥാപിക്കണമെങ്കിൽ അതെങ്ങനെയാണ് സ്ഥാപിക്കാൻ കഴിയുക? അതിന് സ്വകാര്യ വ്യക്തികളുടെ സ്ഥാപനങ്ങൾ അത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ അവരുമായി ചർച്ച നടക്കണം. ഇവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികളുമായി ചർച്ച നടക്കണം. നഗരസഭാ കൗൺസിലിന്റെ യോഗം കൂടി അതിനെ സംബന്ധിച്ച് ധാരണയുണ്ടാക്കണം. റെസിഡൻസ് അസോസിയേഷനുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നടക്കണം. അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ നടന്നിട്ടുണ്ടോ? യാതൊരുവിധ കാര്യവും നടക്കുന്നില്ല എന്നുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള വിഷയമാണ് ഈ 6 മാസം കൊണ്ട് ഈ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തിരിച്ചറിയണം, ഇതിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ 12-ാം തീയതിയാണ്, കഴിഞ്ഞ മെയ് മാസം 12-ാം തീയതിയാണ് നഗരസഭാ കൗൺസിൽ യോഗം ചേർന്നത്. ഇന്ന് 1 മാസം പിന്നിട്ടിരിക്കുകയാണ്. ഇത്രയും ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ഈ നഗരത്തിൽ നിലനിൽക്കുകയാണ്. തെരുവുനായയുടെ വിഷയം, വെള്ളപ്പൊക്കത്തിന്റെ കാര്യം, മാലിന്യ സംസ്കരണത്തിന്റെ കാര്യം, മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ കാര്യം, ഇതെല്ലാം തന്നെ ഗുരുതരമായിട്ടുള്ള ഈ വിഷയങ്ങൾ ഈ നാട്ടിൽ നടന്ന ഈ അവസരത്തിൽ ഇവിടുത്തെ കൗൺസിൽ യോഗം വിളിച്ചു കൂട്ടി 101 കൗൺസിലർമാരെ കൊണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനും അതിനെ സംബന്ധിച്ച് പരിഹാരമുണ്ടാക്കാനും കഴിയുന്ന ജനാധിപത്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ഈ ഭരണസമിതിക്ക് കഴിയുന്നില്ല, മേയർക്ക് കഴിയുന്നില്ല, സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയം. വെള്ളപ്പൊക്കത്തിന്റെ സമയത്തിൽ ഈ ഭരണസമിതിക്കാർ റോമാ ചക്രവർത്തി വീണ വായിച്ചതുപോലെ വീണ വായിച്ചുകൊണ്ട് പുസ്തക വിതരണത്തിന്റെ ബാഗുകൾ അടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിച്ചത്. ഞങ്ങൾ കണ്ടതാണ്. ഓവർബ്രിഡ്ജിൽ കിഴക്കേക്കോട്ടയിലും സമീപ പ്രദേശത്തുമെല്ലാം തന്നെ വെള്ളം കയറി ആളുകൾ കഷ്ടത അനുഭവിച്ച അവസരത്തിൽ മേയറും ചില കൗൺസിലർമാരും കൂടെ ചേർന്നുകൊണ്ട് ചില സംഭാവനകൾ എടുത്ത ബാഗുകളും പുസ്തകങ്ങളും ഇവിടെ തരംതിരിക്കുന്ന ജോലിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് നീചമായ ഈ നാട്ടിലെ ജനങ്ങളോട്, നഗരവാസികളോട് ഉത്തരവാദിത്തമില്ലാത്ത ഒരു ഭരണസമിതിയാണ് നമ്മുടെ നാട് ഭരിക്കുന്നതെന്നുള്ള ഗൗരവമേറിയ വിഷയമാണ് നിലനിൽക്കുന്നത്. ഇതിന് നമുക്കിവിടെ പരിഹാരം കാണണം. പരിഹാരം കണ്ടേ മതിയാവും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് LDFന്റെ നേതൃത്വത്തിൽ ഇത്തരം കാര്യങ്ങളെ അനുവദിച്ചു കൊടുക്കുന്ന യാതൊരുവിധ കാര്യങ്ങൾക്ക് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല. 6 മാസം പിന്നിട്ടിരിക്കുന്ന ഈ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് LDFന്റെ ഈ നഗരസഭാ കൗൺസിലർമാരും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവരെ നേരായ വഴിക്ക് നയിക്കുവാനും നയിച്ചില്ലെങ്കിൽ ഇവരെ ഈ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കാനുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ
LDF തയ്യാറാകുമെന്നുള്ള കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.